ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ LD ക്ലർക്കിൻ്റെ റിവിഷന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന ഭാഗത്ത് വരുന്ന UNOയുമായി യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്നത് എന്നാണ്? അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്നത് എന്നാണ്? എന്നാൽ 1874 ഒക്ടോബർ 9 നമ്മുടെ അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വരുന്നത്. അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്ന വർഷമാണ് 1874 ഒക്ടോബർ 9. 2, തപാൽ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? തപാൽ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഒക്ടോബർ 9 കേട്ടോ. നിലവിൽ വന്ന തീയതിയായിട്ടുള്ള ഒക്ടോബർ 9 തന്നെയാണ് ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത്. 3, അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ്? അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ് എന്നായിരുന്നു? 1948 1948 UNOയുടെ പ്രത്യേക ഏജൻസി ആയിട്ട് അന്താരാഷ്ട്ര തപാൽ സമിതി ആവുന്നത്. നിലവിൽ വന്ന വർഷം 1874 ഒക്ടോബർ 9. ആ ഒക്ടോബർ 9 ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം 1948. 4, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാ? ബേൺ ആണ് കേട്ടോ. ബേൺ. ഓപ്ഷൻ ഡി, ബേൺ ആണ് എന്ത്? യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 5ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഏതാ? ഫ്രഞ്ച് ആണ്. ഓപ്ഷൻ എ, ഫ്രഞ്ച് ഭാഷയാണ് ഇത് അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ. 6, ILO നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? എന്നാ നിലവിൽ വരുന്നത്? 1919 ആണ്. ഓപ്ഷൻ എ, 1919 ILO നിലവിൽ വരുന്നത്. 7ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി ഏതാണ്? ഏതാ? തൊഴിൽ സംഘടന തന്നെയാണ് കേട്ടോ. ILO തന്നെയാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തന്നെയാണ് ഇത് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി എന്ന് പറയുന്നത്. 8, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായിട്ട് ILO മാറിയ വർഷം ഏതാണ്? എന്നാ 1946. 9, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? എന്നാ 1969. 1969 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിക്കുന്നത്? ILOക്ക് ലഭിക്കുന്നത്. 10ാമത്തെ ചോദ്യം, ILOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ILOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാ? ഗിൽബർട്ട് എഫ് ഹോങ്പോ കേട്ടോ. ഗിൽബർട്ട് എഫ് ഹോങ്പോ. 11, ദേശീയ തപാൽ ദിനം എന്നാണ്? ദേശീയ തപാൽ ദിനം എന്നാ ഒക്ടോബർ 10 കേട്ടോ. ഒക്ടോബർ 10 എന്ത്? ദേശീയ തപാൽ ദിനം എന്ന് പറയുന്നത്. നമ്മൾ ഒക്ടോബർ 9 എന്തായിരുന്നു പറഞ്ഞത്? അത് ലോക തപാൽ ദിനം. ലോക തപാൽ ദിനം ഒക്ടോബർ 9, ദേശീയ തപാൽ ദിനം എന്ന അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒക്ടോബർ 10. 12ാമത്തെ ചോദ്യം, UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ച വർഷം ഏതാണ്? UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ച വർഷം എന്ന 1948 ഡിസംബർ 10. 1948 ഡിസംബർ 10 UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിക്കുന്നത്. 13, UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആരാ? ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ് കേട്ടോ. ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ? ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ്. 14ാമത്തെ ചോദ്യം, മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിന്റെ ബാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? റൂസ്വെൽറ്റ് ആണ്. ഓപ്ഷൻ സി റൂസ്വെൽറ്റ് ആണ് എന്താ വിശേഷിപ്പിച്ചത്? മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ആരാ? റൂസ്വെൽറ്റ് ആട്ടോ. 15 ICAOയുടെ സംഘടന നിലവിൽ വന്നത് എന്നാണ്? ICAO എന്ന സംഘടന നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി 1944 കേട്ടോ. ICAO എന്ന സംഘടന നിലവിൽ വന്ന വർഷമാണ് ഇത്, 1944. 16 ICAOയുടെ ആസ്ഥാനം എവിടെയാണ്? ICAOയുടെ അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആണ് ICAO എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മോൺട്രിയൽ ആണ്. ഓപ്ഷൻ സി മോൺട്രിയൽ ആണ് ഇത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി 17 ICAOയുടെ നിലവിലെ അംഗസംഖ്യ എത്രയാണ്? ICAOയുടെ നിലവിലെ അംഗസംഖ്യ എത്രയാ? 193 ആണ് കേട്ടോ. 193. 18 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ്? ലോക ആരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1948 ഏപ്രിൽ 7-നാണ്. 1948 ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമാകുന്നത്. 19 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഏപ്രിൽ 7 അല്ലേ? ഏപ്രിൽ 7 സ്ഥാപക ദിനമായിട്ടുള്ള ഏപ്രിൽ 7 തന്നെയാണ് ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 20 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ജനീവയാണ് അല്ലെ? ഓപ്ഷൻ എ ജനീവയിലാണ് ഇത് ലോകാരോഗ്യ സംഘടന ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 21 ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാ? ഓപ്ഷൻ ബി രാജ്കുമാരി അമൃത് കൗർ ആണ് അല്ലെ? ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? രാജ്കുമാരി അമൃത് കൗർ. 22 WHO ഓഡിറ്ററായിട്ട് നിയമിതനായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? WHO ഓഡിറ്ററായിട്ട്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായിട്ട് നിയമിതനായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? VN കൗൾ ആണ്. ഓപ്ഷൻ എ VN കൗൾ ആണ്. 23 IMO സ്ഥാപിതമായ വർഷം ഏതാണ്? IMO സ്ഥാപിതമായ വർഷം. IMO എന്ന് പറഞ്ഞാൽ എന്താ? IMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ കേട്ടോ. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. അപ്പോൾ IMO സ്ഥാപിതമായ വർഷം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1948-ലാണ്. 1948-ലാണ് IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. 24 IMOയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ ആണ്. ഓപ്ഷൻ ബി ലണ്ടൻ ആണ്. 25 IMOയുടെ അംഗസംഖ്യ എത്രയാണ്? IMOയുടെ അംഗസംഖ്യ എത്രയാ? 174 ആണ്. ഓപ്ഷൻ എ 174. 26 WMOയുടെ ആസ്ഥാനം എവിടെയാണ്? WMOയുടെ ആസ്ഥാനം WMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. WMOയുടെ ആസ്ഥാനം ജനീവയാണ് കേട്ടോ. ജനീവ. 27 WMOയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? WMOയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന സംഘടന ഏതാ? IMO ആണ് കേട്ടോ. IMO. ഓപ്ഷൻ സി IMO ആണ് WMOയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. 28 ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1873-ലാണ്. ഓപ്ഷൻ ബി 1873-ലാണ്. ഇനി 29 UNHCRന്റെ ആസ്ഥാനം എവിടെയാണ്? UNHCRന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UNHCR എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് എന്നാണ് കേട്ടോ. യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് എവിടെയാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? UNHCRന്റെ ആസ്ഥാനം എവിടെയാ? ജനീവ തന്നെയാണ് കേട്ടോ. ജനീവയാണ്. ഓപ്ഷൻ എ ജനീവയാണ്. 30 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമായ വർഷം ഏതാണ്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമായ വർഷം
എത്രയാ 57 ആണ്. 1957 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമാകുന്നത്. 31 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വിയന്നയാണ് കേട്ടോ. വിയന്ന. ഓപ്ഷൻ സി വിയന്നയാണ്. 32 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഖ്യാപിത നയം എന്താണ്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഖ്യാപിത നയം എന്താണ്? എന്താ? ആണവോർജം സമാധാനത്തിനാട്ടോ. ആണവോർജം സമാധാനത്തിന്. ഇനി 33 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? എന്നാ 2005 ഓപ്ഷൻ ഡി 2005. 34 UNCTAD സ്ഥാപിതമായ വർഷം ഏതാണ്? UNCTAD സ്ഥാപിതമായ വർഷം. UNCTAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് കേട്ടോ. യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? എന്നാ സ്ഥാപിതമാകുന്നത്? 1964 കേട്ടോ സ്ഥാപിതമാകുന്നത്. 1964 UNCTAD സ്ഥാപിതമാകുന്നത്. ഇനി 35 UNCTADയുടെ ആസ്ഥാനം എവിടെയാണ്? UNCTADയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാ? ജനീവയാണ്. ഓപ്ഷൻ സി ജനീവ തന്നെയാണ്. 36 UNCTADയുടെ അംഗസംഖ്യ എത്രയാണ്? UNCTADയുടെ അംഗസംഖ്യ എത്രയാണ്? 195 37 ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം എന്നാണ്? ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം എന്നാണ്? എന്നാൽ ഏപ്രിൽ 26 ഏപ്രിൽ 26 നമ്മൾ ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 38 UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നമുക്കറിയാവുന്ന നെയ്റോബി അല്ലേ. നെയ്റോബിയാണ് UNEPയുടെ ആസ്ഥാനം. 39 ലോക പരിസ്ഥിതി ദിനം 2018 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ലോക പരിസ്ഥിതി ദിനം 2018 ഏതാ? ഇന്ത്യ ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ ബി ഇന്ത്യ ആയിരുന്നു 2018 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത്. 40 ലോക ടൂറിസം ദിനം എന്നാണ്? ലോക ടൂറിസം ദിനം എന്നാ സെപ്റ്റംബർ 27 സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമായിട്ട് ആചരിക്കുന്നത്. 41 UN ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇയർ ഏതാണ്? UN ഇന്റർനാഷണൽ ടൂറിസ്റ്റ് വർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണ്? എന്നാൽ 1967 UN ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇയർ ആയിട്ട് ആഘോഷിച്ചത്. 42 UN ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെന്റ് ആയിട്ട് ആചരിച്ച വർഷം ഏതാണ്? UN ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെന്റ് ആയിട്ട് ആചരിച്ച വർഷം ഏതാണ്? ഏതാ? 2017 കേട്ടോ. ഓപ്ഷൻ എ 2017. 43 ഘാട്ട് കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? ഘാട്ട് കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? എന്നാൽ 1947 ഘാട്ട് കരാർ ഒപ്പുവെച്ച വർഷം 1947. 44 ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജനീവയാണ്. ഓപ്ഷൻ സി ജനീവ. 45 ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം ഏതാണ്? ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം ഏതാണ്? എന്നാൽ 1995 ജനുവരി 1 1995 ജനുവരി 1 ഇന്ത്യ അംഗമാകുന്നത്. 46 UN വുമൺ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? UN വുമൺ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാൽ 2011 ജനുവരി 1 UN വുമൺ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ? 2011 ജനുവരി 1. 47 UN വുമൺ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? UN വുമണിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ സി ന്യൂയോർക്ക്. 48
സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായിട്ട് UN ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായിട്ട് UN ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? എന്ന 1979 ഓപ്ഷൻ ബി 1979. 49 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ ആരാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ ആരാ? BN റാവു ആണ് അല്ലെ. ഓപ്ഷൻ എ BN റാവു ആണ്. 50ാമത്തെ ചോദ്യം അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയന്റെ സ്ഥാപിതമായ വർഷം ഏതാണ്? അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ന് 1865 മെയ് 17 1865 മെയ് 17 അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ സ്ഥാപിതമാകുന്നത്. 51ാമത്തെ ചോദ്യം ITUയുടെ ആസ്ഥാനം എവിടെയാണ്? ITU എന്താ? ITU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? അതും ജനീവ തന്നെയാണ്. ജനീവയാണ്. ഓപ്ഷൻ എ ജനീവ. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ അതാണ് ITU എന്ന് പറയുന്നത്. അതിന്റെ ആസ്ഥാനം എവിടെയാണോ? ജനീവ തന്നെയാണ്. 52 എല്ലാ തരത്തിലുമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്നത് ആരാണ്? എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്നത് ആരാ? അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയനാണ്. ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ. 53 അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്നത് എന്നാണ്? അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്ന വർഷം എന്നായിരുന്നു നമ്മൾ പറഞ്ഞതാണ്. ഇത് 1874 ഒക്ടോബർ 9 അല്ലെ. 1874 ഒക്ടോബർ 9 ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 9 നമ്മൾ പറഞ്ഞു. അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം അതും നമ്മൾ പറഞ്ഞായിരുന്നു 1948 എന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം പറഞ്ഞതായിരുന്നു ഏതായിരുന്നു? ബേൺ ആണ്. ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് അതും നമ്മൾ പറഞ്ഞു. കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 58ാമത്തെ ചോദ്യം ILOയുടെ ആസ്ഥാനം എവിടെയാണ്? ILOയുടെ ആസ്ഥാനം എവിടെയാണ്? ILO എന്താ? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ILOയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ജനീവ തന്നെയാണ്. ഓപ്ഷൻ ബി ജനീവ തന്നെയാണ് ILOയുടെ ആസ്ഥാനം. ഇനി 59 ILOയുടെ അംഗസംഖ്യ. നിലവിൽ ILOയിലെ അംഗസംഖ്യ എത്രയാണ്? 187 ആണ്. 187. 60 ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി നമ്മൾ പറഞ്ഞതാണ്. 61 ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസി ഏതാണ്? ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസി ഏതാണ്? ഏതാ? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് കേട്ടോ. ILO തന്നെയാണ് ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസി എന്ന് പറയുന്നത്. 62 അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ്? 1946 63 അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാ? 1969. ഇനി 64 FAO നിലവിൽ വന്നത് എന്നാണ്? FAO വാട്ട് ഈസ് FAO? FAO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ കേട്ടോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 1945 ഒക്ടോബർ 16 1945 ഒക്ടോബർ 16 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. 65 FAOയുടെ ആസ്ഥാനം എവിടെയാണ്? FAOയുടെ ആസ്ഥാനം എവിടെയാണ്? റോമാണ്. ഓപ്ഷൻ സി റോം. 66 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്ന ദിവസം
എന്ന നിലവിൽ വന്ന ദിവസമായിട്ടുള്ള ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 67 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യത്തെ ഏജൻസി ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യത്തെ ഏജൻസി ഏതാ? ഭക്ഷ്യ കാർഷിക സംഘടനയാണ്, അല്ലെങ്കിൽ FAO ആണ്. 68 അന്താരാഷ്ട്ര കാർഷിക വികസന നിധി അതായത് IFAD രൂപം കൊണ്ട വർഷം ഏതാണ്? അന്താരാഷ്ട്ര കാർഷിക വികസന നിധി രൂപം കൊണ്ട വർഷം ഏതാണ് എന്നായിരുന്നു? 1977 ഓപ്ഷൻ സി, 1977 അന്താരാഷ്ട്ര കാർഷിക വികസന നിധി രൂപം കൊള്ളുന്നത്. 69 IMF സ്ഥാപിതമായ വർഷം ഏതാണ്? IMF സ്ഥാപിതമായ വർഷം എന്ന 45 ഡിസംബർ 27 അല്ലേ? ഓപ്ഷൻ ഡി 45 ഡിസംബർ 27. 70 IMFന്റെ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? IMF പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ് എന്ന 47 ഓപ്ഷൻ സി 45 രൂപീകരണമാകുന്നത്, 47 എന്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. 71 IMFന്റെ അംഗസംഖ്യ എത്രയാണ്? IMFന്റെ അംഗസംഖ്യ എത്രയാ? 190 ഓപ്ഷൻ സി 190 എന്ത് IMFന്റെ അംഗസംഖ്യ. 72 അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം അതായത് IMFന്റെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാ? വാഷിംഗ്ടൺ DC ഓപ്ഷൻ സി വാഷിംഗ്ടൺ DC. 73 IMFന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? IMFന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഇർവിൻ ഫിഷർ ആണ്. ഇർവിൻ ഫിഷർ ഓപ്ഷൻ എ ഇർവിൻ ഫിഷർ. 74 IMFന്റെ വിനിമയ കറൻസി ഏതാണ്? IMFന്റെ വിനിമയ കറൻസി ഏതാണ്? SDR ആണ്. SDR ഓപ്ഷൻ ഡി ആണ്. SDR ആണ്. SDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആണ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. 75 IMFന്റെ ആദ്യത്തെ വനിതാ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? IMFന്റെ ആദ്യത്തെ വനിതാ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റീന ലെഗാർദെ ആണ്. ഓപ്ഷൻ ഡി ക്രിസ്റ്റീന ലെഗാർദെ. 76 യുനിസെഫ് രൂപീകൃതമായ വർഷം ഏതാണ്? യുനിസെഫ് രൂപീകൃതമായ വർഷം എന്ന 46 ഡിസംബർ 11 46 ഡിസംബർ 11 യുനിസെഫ് രൂപീകൃതമാകുന്നത്. 77 യുനിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? യുനിസെഫിന്റെ ആസ്ഥാനം എവിടെയാ? ന്യൂയോർക്ക് ആണ്. ഓപ്ഷൻ എ ന്യൂയോർക്ക്. 78 യുനിസെഫിന്റെ അംഗസംഖ്യ എത്രയാണ്? യുനിസെഫിന്റെ അംഗസംഖ്യ എത്രയാ? 190 ആണ്. ഓപ്ഷൻ ബി 190. 79 യുനിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ്? യുനിസെഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാ? 1953 യുനിസെഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായിട്ട് മാറുന്നത്. 80 യുനിസെഫിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? യുനിസെഫിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ് എന്ന 1965 ആണ്. 1965 യുനിസെഫിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 81 UNHRCയുടെ രൂപീകൃതമായ വർഷം ഏതാണ്? UNHRC രൂപീകൃതമായ വർഷം യുണൈറ്റഡ് നാഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. യുണൈറ്റഡ് നാഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ UNHRC രൂപീകൃതമായ വർഷം ഏതായിരുന്നു? 1946 ഓപ്ഷൻ ബി 1946. 82 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന ഡിസംബർ 10 അല്ലേ? ഓപ്ഷൻ എ ഡിസംബർ 10. 83 ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? ഡിസംബർ 10 നമ്മൾ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് UN ആചരിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? എന്നു മുതലാ? 1950 മുതലാട്ടോ. 1950 മുതലാണ് മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ഡിസംബർ 10 ആചരിച്ച് തുടങ്ങിയത്. 84ാമത്തെ ചോദ്യം, എല്ലാ ജനങ്ങളും രാഷ്ട്രങ്ങളും കൈവരിക്കേണ്ട പൊതുപ്രമാണമെന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് ആരാണ്?
എല്ലാ ജനങ്ങളും രാഷ്ട്രങ്ങളും കൈവരിക്കേണ്ട പൊതുപ്രമാണമെന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചതാരാണ്? ആരാ? UN പൊതുസഭയാണ് കേട്ടോ, UN പൊതുസഭ. 85 UNHRC അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലായ വർഷം ഏതാണ്? UNHRC അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ എന്ന പേര് സ്വീകരിച്ച വർഷം ഏതാണ്? എന്നാൽ 2006 മുതലാണ്. ഓപ്ഷൻ സി 2006 മുതലാണ്. 86 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മൾ പറഞ്ഞത് ഏതാ? ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 87 ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത, ഇത് നമ്മൾ പറഞ്ഞു, ഏതായിരുന്നു? ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ അല്ലെ. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത അല്ലെങ്കിൽ ഏക ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചാലും രാജ്കുമാരി അമൃത് കൗറാണ്. 88 ലോകാരോഗ്യ സംഘടനയിലെ ഓഡിറ്ററായ ആദ്യത്തെ ഏഷ്യക്കാരൻ, ഇത് നമ്മൾ പറഞ്ഞതാ. ഏതാ? കിട്ടുന്നുണ്ടോ നോക്കിയോ. ഏതാ? VN കൗൾ അല്ലെ. ലോകാരോഗ്യ സംഘടനയിലെ ഓഡിറ്ററായിട്ട് നിയമിതനായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരായിരുന്നു? VN കൗൾ ആയിരുന്നു അല്ലേ. ഇനി 89 അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, സമുദ്ര അതിർത്തി നിർണ്ണയിക്കുക എന്നീ കർത്തവ്യങ്ങൾ മുന്നിൽ കണ്ടു പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, സമുദ്ര അതിർത്തി നിർണ്ണയിക്കുക എന്നീ കർത്തവ്യങ്ങൾ മുന്നിൽ കണ്ടു പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? ഏതാ? അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ കേട്ടോ, അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. 90 WMO സ്ഥാപിതമായ വർഷം ഏതാണ്? WMO സ്ഥാപിതമായ വർഷം ഏതാണ്? എന്നാൽ 1950 1950 WMO സ്ഥാപിതമാകുന്നത്. 91 IMO സ്ഥാപിതമായ വർഷം ഏതാണ്? IMO സ്ഥാപിതമായ വർഷം. എന്നാൽ 1873 WMO 1950, IMO 1873. ഇനി UNHCR സ്ഥാപിതമായ വർഷം. UNHCR സ്ഥാപിതമായ വർഷം. ഇന്ന് 1950 ഡിസംബർ 14 ഓപ്ഷൻ സി 1950 ഡിസംബർ 14. 93 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമായ വർഷം ഏതാണ്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമായ വർഷം 1957. 94 IAEA അംഗസംഖ്യ എത്രയാണ്? IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് കേട്ടോ. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അംഗസംഖ്യ എത്രയാ? 176 ആണ് കേട്ടോ, 176. 95 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഖ്യാപിത നയം നമ്മൾ പറഞ്ഞതായിരുന്നു. എന്തായിരുന്നു? ആണവോർജം സമാധാനത്തിന് നമ്മൾ പറഞ്ഞതാണ്. കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 96 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? എന്നാ 1967 ആണ്. ഓപ്ഷൻ എ 1967, 1967. 97 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? W സ്റ്റെർലിംഗ് കോളയാണ് കേട്ടോ. W സ്റ്റെർലിംഗ് കോളയായിരുന്നു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 98 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ്? ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ്? എന്നാൽ 1974 ആണ്. ഓപ്ഷൻ സി 1974. 99 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഓപ്ഷൻ സി ജനീവ. 100 1972 ജൂൺ 5 മുതൽ 16 വരെ UN ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന സംഘടന ഏതാണ്? 1972 ജൂൺ 5 മുതൽ 16 വരെ UN ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന സംഘടന ഏതാ? ലോക പരിസ്ഥിതി സംഘടനയാണ്. 101 ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ?
PN ഭഗവതിയാണ്. ഓപ്ഷൻ ബി PN ഭഗവതി. യുഎന്നിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? PN ഭഗവതി. 102 UNEP സ്ഥാപിതമായ വർഷം ഏതാണ്? UNEP സ്ഥാപിതമായ വർഷം ഏതാണ്? UNEP സ്ഥാപിതമായ വർഷം 1972 ഡിസംബർ 15-ലാണ്. 1972 ഡിസംബർ 15. 103 UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം എവിടെയാ? നെയ്റോബിയാണ്. ഓപ്ഷൻ സി നെയ്റോബി. 104 UNWTOയുടെ രൂപീകൃതമായ വർഷം ഏതാണ്? UNWTO രൂപീകൃതമായ വർഷം ഏതാണ്? 1975-ലാണ്. 1975-ലാണ് UNWTO സ്ഥാപിതമാകുന്നത്. UNWTO എന്ന് പറഞ്ഞാൽ എന്താ? യുണൈറ്റഡ് നാഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ട്രേഡ് ഓർഗനൈസേഷൻ അല്ല, ടൂറിസം ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നാഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്ന വർഷം 1975-ലാണ് കാര്യം ഓർത്തു വെക്കുക. ഇനി 105 ലോക പരിസ്ഥിതി ദിനത്തിന് 2018 ആതിഥ്യം വഹിച്ച രാജ്യം ഏതായിരുന്നു? നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയാണ്. 106 ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ആരാ? ഗാട്ട് കരാറാണ് അല്ലെ. ഓപ്ഷൻ സി ഗാട്ട് കരാറ്. 107 UNWTOയുടെ ആസ്ഥാനം എവിടെയാണ്? UNWTOയുടെ ആസ്ഥാനം എവിടെയാണ്? മഡ്രിഡാണ് കേട്ടോ. സ്പെയിനിലെ മഡ്രിഡാണ് UNWTOയുടെ ആസ്ഥാനം. 108 ഗാട്ട് കരാറ് നിലവിൽ വന്ന വർഷം എന്നാണ്? ഗാട്ട് കരാറ് നിലവിൽ വന്ന വർഷം 1948 ജനുവരി 1-നാണ്. 1948 ജനുവരി 1-നാണ് ഗാട്ട് കരാറ് നിലവിൽ വരുന്നത്. 109 ഗാട്ട് കരാറ് ഒപ്പുവെച്ച വർഷം ഏതാണ്? ഗാട്ട് കരാറ് ഒപ്പുവെച്ച വർഷം 47 ഒക്ടോബർ 30 കേട്ടോ. 47 ഒക്ടോബർ 30-നാണ് ഒപ്പുവെക്കുന്നത്. പക്ഷെ നിലവിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 48 ജനുവരി 1 മുതലാണ്. 110 ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്ന വർഷം 95 ജനുവരി 1-നാണ്. 111 ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? WTOയുടെ ആസ്ഥാനം ജനീവയാണ്. ഓപ്ഷൻ എ ജനീവ. 112 WTOയുടെ നിലവിലെ അംഗരാജ്യങ്ങൾ എത്രയാണ്? WTOയുടെ നിലവിലെ അംഗരാജ്യങ്ങൾ എത്രയാ? 164 ആണ് കേട്ടോ. 164. 113 WTOയുടെ 164ാമത് അംഗമായ രാജ്യം ഏതാണ്? WTOയിൽ അംഗരാജ്യങ്ങൾ 164 ആ 164ാമതായിട്ട് അംഗമായ രാജ്യം ഏതാ? അഫ്ഗാനിസ്ഥാനായിരുന്നു കേട്ടോ. അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാനായിരുന്നു 164ാമതായിട്ട് അംഗമായത്. 114 WTOയുടെ 163ാമത്തെ അംഗം ഏതായിരുന്നു? 163ാമത് ആരായിരുന്നു? ലൈബീരിയ ആയിരുന്നു കേട്ടോ. ലൈബീരിയ. 115 വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ഏതാണ്? വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ഏതാണ്? UN വിമൺ ആണ്. ഓപ്ഷൻ എ UN വിമൺ ആണ്. വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണവും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയാണ് ഇത് UN വിമൺ. 116 UN വിമൺ സ്ഥാപിതമായ വർഷം ഏതാണ്? UN വിമൺ സ്ഥാപിതമായ വർഷം 2010 ആണ് കേട്ടോ. 2010-ലാണ് UN വിമൺ സ്ഥാപിതമാകുന്നത്. 117 UN വിമൺ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 2010-ലാണ് ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 2011 ജനുവരി 1 മുതലാണ്. 118 UN വിമന്റെ ആസ്ഥാനം എവിടെയാണ്? UN വിമന്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ന്യൂയോർക്ക്. 119 UN വിമന്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? UN വിമണിന്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? മിഷേൽ ബാച്ചലറ്റ് ആണ് കേട്ടോ. മിഷേൽ ബാച്ചലറ്റ്. UN വിമന്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ആര്? മിഷേൽ ബാച്ചലറ്റ്. 120 ചരിത്രത്തിൽ ആദ്യമായിട്ട് UN വിമണിന്റെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷൻ ആരാണ്?
ചരിത്രത്തിൽ ആദ്യമായിട്ട് UN വിമണിൻ്റെ ഗുഡ് വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷൻ ആരാ? ഫർഹാൻ അക്തറാണ് കേട്ടോ, ഫർഹാൻ അക്തർ. 121 ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായ വർഷം എന്ന 1945 ഒക്ടോബർ 24 അല്ലേ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. 122 ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? UN ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഒക്ടോബർ 24. സ്ഥാപിത ദിവസമായിട്ടുള്ള ഒക്ടോബർ 24 UN ഡേ ആയിട്ട് ആചരിക്കുന്നത്. 123 UNOയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UNOയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ന്യൂയോർക്കാണ്. ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. 124 UNOയുടെ യൂറോപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UN യൂറോപ്യൻ ആസ്ഥാനം ജനീവ അല്ലെ, ഓപ്ഷൻ ബി ജനീവയിലാണ്. 125 ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാ? അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. ഓപ്ഷൻ എ ആണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 126 UNOയുടെ നിലവിലെ അംഗസംഖ്യ എത്രയാണ്? UNOയുടെ നിലവിലെ അംഗസംഖ്യ എത്രയാണ്? 193. ഓപ്ഷൻ ബി 193 ആണ് UNOയുടെ നിലവിലെ അംഗസംഖ്യ. 127 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് ആരാണ്? അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച USന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഒപ്പുവെച്ചത്? ഫ്രാങ്ക്ലിൻ ടി റൂസ്വെൽറ്റ് ആണല്ലേ, ഫ്രാങ്ക്ലിൻ ടി റൂസ്വെൽറ്റ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് ആണ് ആര്? ഫ്രാങ്ക്ലിൻ ടി റൂസ്വെൽറ്റ്. 128 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിലാണ് കേട്ടോ, വിൻസ്റ്റൺ ചർച്ചിലാണ്. 129 ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താ? ഇത് നിങ്ങളുടെ ലോകമാണ്. ഓപ്ഷൻ സി ഇത് നിങ്ങളുടെ ലോകമാണ്. 130 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? UN ചാർട്ടർ ആണ്. ഓപ്ഷൻ ബി UN ചാർട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 131 UNൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ്? UNൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി തായ്വാൻ ആട്ടോ. UNൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് തായ്വാനാണ്. 132 ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാ? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 133 ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകുന്ന എത്രാമത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ്? നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് ആര്? അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ വ്യക്തിയാണ്? 9 കേട്ടോ, 9ാമത്തെ വ്യക്തിയാണ് ആര്? അന്റോണിയോ ഗുട്ടറസ്. 134 UN ചാർട്ടർ ഒപ്പുവെച്ചത് എന്നാണ്? UN ചാർട്ടർ ഒപ്പുവെച്ചത് എന്നാണ്? 1945 ജൂൺ 26 1945 ജൂൺ 26. 135 ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം യാൾട്ട കോൺഫറൻസ് ആണ്. ഓപ്ഷൻ സി യാൾട്ട കോൺഫറൻസ്. 136 ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാരാണ്? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. 137 UNന്റെ പതാകയുടെ നിറം ഏതാണ്? UNന്റെ പതാകയുടെ നിറം ഇളം നീലയാണ്. ഓപ്ഷൻ ബി ഇളം നീല. 138 ഏറ്റവും ഒടുവിൽ UN അംഗത്വം ലഭിച്ച രാജ്യം ഏതാണ്? ഏറ്റവും ഒടുവിലായിട്ട് UNൽ അംഗത്വം ലഭിച്ച രാജ്യം ദക്ഷിണ സുഡാനാണ്. ഓപ്ഷൻ എ ദക്ഷിണ സുഡാനാണ്. 139 ദക്ഷിണ സുഡാൻ UNൽ അംഗമായ വർഷം ഏതാണ്? ദക്ഷിണ സുഡാന് UNൽ അംഗമായ വർഷം ഏതാണ്?
ഏതാ 2011. 140 UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാ? 6 ഭാഷകളാണ്. 6 ഭാഷകളാണുള്ളത്. 141 UN ആദ്യത്തെ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? UN ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാ? ലണ്ടനാണ്. ഓപ്ഷൻ ഡി ലണ്ടനാണ്. 142 ഇന്ത്യക്ക് വേണ്ടിയിട്ട് UN ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തി ആരാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് UN ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തി ആരായിരുന്നു? രാമസ്വാമി മുതലയാർ അല്ലെ, രാമസ്വാമി മുതലയാർ. 143 UN ഏറ്റവും വലിയ ഘടകം ഏതാണ്? UN ഏറ്റവും വലിയ ഘടകം ഏതാണ്? ഏതാ? പൊതുസഭയാണ്. ഓപ്ഷൻ എ പൊതുസഭ. 144 UN പൊതുസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UN പൊതുസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? ന്യൂയോർക്കാണ്. ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. 145 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? ഹേഗാണ്. ഓപ്ഷൻ സി ഹേഗ്. 146 UN എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഘടകം ഏതാണ്? UN എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഘടകം ഏതാണ്? ഏതാ? പൊതുസഭയാണ്. ഓപ്ഷൻ ഡി പൊതുസഭ. 147 UN രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? UN രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 15 15. ഓപ്ഷൻ എ 15. 148 UN രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? UN രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ സി 5 രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങൾ എത്രയാ? 5. 149 UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ അത് 10 ആയിരിക്കും അല്ലേ. അപ്പോൾ UN രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിക്കാന്നുണ്ടെങ്കിൽ അത് 15. അതിൽ സ്ഥിര അംഗങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അത് 5. താൽക്കാലിക അംഗങ്ങളാണ് എത്ര? 10 എന്ന് പറയുന്നത്. ഇനി 150 ചോദ്യം. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമായിരിക്കും? 2 വർഷമാണ് 2 വർഷമാണ് UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. 151 ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ട്രിഗ്വേലി അല്ലെ. ഓപ്ഷൻ ബി ട്രിഗ്വേലി ആയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. 152 UN സെക്രട്ടറി ജനറലായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? UN സെക്രട്ടറി ജനറലായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരായിരുന്നു? യൂത്താണ്ടാണ് യൂത്താണ്ട്. ഓപ്ഷൻ എ യൂത്താണ്ടാണ് UN സെക്രട്ടറി ജനറലായ ആദ്യത്തെ ഏഷ്യക്കാരൻ എന്ന് പറയുന്നത്. 153 ഐക്യരാഷ്ട്ര സംഘടനയുടെ 9ാമത് സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ 9ാമത് സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഏതാ? പോർച്ചുഗലാണ് അല്ലെ. പോർച്ചുഗൽ സ്വദേശമാണ് ആര്? UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യമെന്ന് പറയുന്നത്. ഇനി 154 സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് 1979 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് 1979 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? ഏതാ? സ്ത്രീ വിവേചന നിവാരണ പരിപാടിയാണ് സ്ത്രീ വിവേചന നിവാരണ പരിപാടി. വർഷം ഓർത്തു വെക്കുക 1979. ഇനി 155 ചോദ്യം. UN ഏജൻസികളെ നിയന്ത്രിക്കുന്ന സമിതി ഏതാണ്? UN ഏജൻസികളെ നിയന്ത്രിക്കുന്ന സമിതി ഏതാണ്? ഏതാ? സാമ്പത്തിക സാമൂഹിക സമിതിയാണ് സാമ്പത്തിക സാമൂഹിക സമിതിയാണ് UN മറ്റു ഏജൻസികളെ നിയന്ത്രിക്കുന്നത്. 156 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്?
എത്രയാ? 15 ഓപ്ഷൻ ഡി 15 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം. 157 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആരാ? ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ്. ഓപ്ഷൻ ഡി ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ്. 158 UN-ന്റെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ സെക്രട്ടറി ജനറൽ ആരാ? UN-ന്റെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ സെക്രട്ടറി ജനറൽ ആരാ? കോഫി അന്നൻ ആണ്. ഓപ്ഷൻ ബി കോഫി അന്നൻ. 159 UN-ന്റെ ആദ്യത്തെ ആക്ടിംഗ് സെക്രട്ടറി ആരാ? UN-ന്റെ ആദ്യത്തെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആരാ? ആരാ? ഓപ്ഷൻ സി ആണ് ഗ്ലാഡ്വിൻ ജെബ് ആണ്. ഗ്ലാഡ്വിൻ ജെബ്. 160 ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിച്ചത് എന്നാണ്? ഐക്യരാഷ്ട്രസഭ ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിച്ചത് എന്നാ? 2019 ജനുവരി 4-നാണ് കേട്ടോ. 2019 ജനുവരി 4-നാണ് UN ആദ്യമായിട്ട് ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്.